വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡെയിലി ലൈഫ് ആൻഡ് മൈ തോട്ട്സ്. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ 2-3 ദിവസമായി വീഡിയോ എല്ലാം ഇട്ടിട്ട് എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുകളും കുറച്ച് സിക്നസ് ഉണ്ടായിരുന്നു. ഇത് മസ്കറ്റ് എയർപോർട്ടാണ് കേട്ടോ. ഇതിപ്പോൾ രാത്രി ഒരു 7:30 മണിയാവുന്ന സമയത്തുള്ളതാണ്. ആ പാർക്കിംഗ് അങ്ങോട്ട് വിശാലമാണത്. നമ്മൾ പാർക്കിംഗ് ചെയ്തത് കുറച്ച് ദൂരത്തിലുള്ളതായിരുന്നു. ഇതല്ലാതെ ഷോർട്ട് സ്റ്റേ എടുത്തിട്ട് നിയറസ്റ്റ് പാർക്ക് ചെയ്യാനും സാധിക്കും കേട്ടോ. ഇത് കുറച്ച് മസ്കറ്റ് എയർപോർട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് അധികം തന്നെ ഉണ്ട്. നല്ല എയർപോർട്ടാണ്, വളരെ വലുതാണ്. പുതിയ എയർപോർട്ട് ആയതിനു ശേഷം ഇത്രയും എയർപോർട്ട് ആവശ്യകത ഉണ്ടോയെന്ന് തോന്നാവുന്ന രീതിയിൽ അത്രയും വലുതാണ്. നമ്മുടെ മുംബൈ എയർപോർട്ടിനോടൊക്കെ കിടപിടിക്കുന്ന എയർപോർട്ട് തന്നെയാണ് മസ്കറ്റ് എയർപോർട്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഡൽഹിക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഡൽഹിയിൽ പോയിട്ടാണ് ഓസ്ട്രേലിയയിൽ പോകുന്നത്. ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഓസ്ട്രേലിയയിൽ പോകുന്നുള്ളൂ. ഡൽഹി പോകേണ്ട ഒരു ആവശ്യം കൂടി ഉള്ളത് കൊണ്ടാണ് ഡൽഹി പോകുന്നത്. അപ്പോൾ ഞാനും എൻ്റെ മോളുടെ കൂടെ പോകണമെന്നായിരുന്നു ആദ്യം വിചാരിച്ചത്. പിന്നെ എനിക്ക് കുറച്ചൊരു ആരോഗ്യ പ്രശ്നങ്ങളുള്ളത് കൊണ്ടും കൂടിയാണ് ഞാൻ ഇന്നത്തെ യാത്ര ഒഴിവാക്കിയത്. എയർപോർട്ട് മുഴുവനായിട്ട് കാണുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ദൂരം നടക്കാനും ഒക്കെ ഉണ്ട്. കുറേ നല്ല ഗ്ലാസ്സായിട്ട് പുറത്തേക്കുള്ള വ്യൂവും ഒക്കെ വളരെ നല്ലതാണ്. ഞാൻ തന്നെയൊക്കെ പോകുമ്പോഴൊക്കെ ഞാൻ കുറേ കാണാൻ വേണ്ടിയിട്ടൊക്കെ കുറേ നടന്നിട്ടുണ്ട്. ബോർഡിംഗ് പാസ് എടുത്തു കഴിഞ്ഞാൽ സമയം വളരെ രാവിലത്തെ സമയങ്ങളിൽ പോകുമ്പോൾ വേഗത്തിൽ ബോർഡിംഗ് പാസും കിട്ടും. അപ്പോൾ തിരക്കും ഉണ്ടാവില്ല. അപ്പം ഞാനങ്ങനെ എയർപോർട്ട് കുറേയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്ന് ചാനലൊന്നും നമുക്കില്ലല്ലോ. അപ്പോൾ നമ്മളങ്ങനെ പകർത്തിയില്ല. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഒന്നും സമയം ഉണ്ടായില്ല. ഇവിടുന്ന് 3.5 മണിക്കൂറൊക്കെ മുന്നേയൊക്കെ നമ്മളവിടെ എത്തുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടാവും ലോഞ്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാലും എല്ലാം. പിന്നെ ഇപ്പോൾ ഇവർ ഈ ബോർഡിങ്ങിൻ്റെ അവിടേക്ക് വേഗം വരണമെന്ന് പറയുമ്പോൾ നമുക്ക് ടെൻഷനല്ലേ എത്രയും യാത്ര ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ വേഗം ബോർഡിങ്ങിൻ്റെ അവിടെ പോകും. അവിടെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബോർഡിങ് ആവുന്നൊന്നും ഉണ്ടാവില്ല. പിന്നെ പ്രൈം ക്ലാസ് ലോഞ്ച് അത് അതാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്നത്. അത് പൈസയൊന്നും വേണ്ട. ഞാൻ ഇൻഫർമേഷൻ കണ്ടിട്ടുണ്ട്, തെറ്റായൊരു ഇൻഫർമേഷൻ ഞാൻ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. എല്ലാവരും അങ്ങനെ തെറ്റായ ഇൻഫർമേഷൻ കൊടുത്തു എന്നല്ല കേട്ടോ പറയുന്നത്. ചിലപ്പോൾ 10 കറക്റ്റ് ഇൻഫർമേഷൻ ആകുമ്പോൾ ഒരു തെറ്റായ ഇൻഫർമേഷൻ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മളത് അതിനൊരു തിരുത്ത് എന്നുള്ള രീതിയിലും കൂടിയാണ് ഈ പറയുന്നത്. ക്രെഡിറ്റ് കാർഡിനാണ് ലോഞ്ച് യൂസ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളൊരു ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, ക്രെഡിറ്റ് കാർഡിന് ലോഞ്ച് യൂസ് ചെയ്യാം, ഡെബിറ്റ് കാർഡിന് ലോഞ്ച് യൂസ് ചെയ്യാം. അതാണ് യഥാർത്ഥത്തിലുള്ള കറക്റ്റ് ഇൻഫർമേഷൻ. ഇപ്പോൾ ഈ ഉപയോഗിച്ചിരിക്കുന്ന കാർഡ് കനറ ബാങ്കിൻ്റെ ഏഞ്ചൽ കാർഡാണ്. ഏഞ്ചൽ കാർഡ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ്. അത് 18 വയസ്സ് മുതൽ 70 60 അങ്ങനെ വയസ്സ് 70 തോന്നുന്നു, അത് വയസ്സ് വരെയുള്ളവർക്കാണ് ഏഞ്ചൽ കാർഡ്. അതിൽ കുറേ ബെനിഫിറ്റ്സും കൂടി ഉണ്ടായ ഏഞ്ചൽ അക്കൗണ്ടിൻ്റെ ഭാഗമായിട്ടിട്ട് ഇൻഷുറൻസ് പരീക്ഷ മുതൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ അതിലേക്ക് ആഡ് ആക്കിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അതിനെക്കുറിച്ചിട്ട് അറിയില്ല. നമ്മളതിന് സെപ്പറേറ്റ് എന്തെങ്കിലും ചെയ്യണം, ഈ ബാങ്കിൽ പോകുമ്പോൾ ചോദിക്കണം വിചാരിച്ചിട്ടാണ്. പിന്നെ കൂടാതെ ഇപ്പോൾ സ്ത്രീകൾക്ക് മാത്രമല്ലല്ലോ ലോഞ്ച് യൂസ് ചെയ്യണ്ടോ, എല്ലാവർക്കും യൂസ് ചെയ്യണല്ലോ. അപ്പോൾ മെയിലിനാണെങ്കിലും സാധാ ബാങ്കിൽ നിന്ന് 300-400 രൂപ ഒരു വർഷം മാനുവലി കട്ട് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് കാർഡാക്കി മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ക്രെഡിറ്റ് കാർഡ് വേണമെന്നുള്ളത് തെറ്റായ ഇൻഫർമേഷൻ മാത്രമാണ്. ലോഞ്ച് എടുക്കുന്നതിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ വെറും ഫുഡ് കഴിക്കാനും മാത്രമല്ലല്ലോ. പിന്നെ നമുക്കൊന്ന് റിലാക്സ് ആയിട്ടിരിക്കാം. നമുക്ക് അതിനുള്ള കംഫർട്ടബിളായ സീറ്റ്സും ആം ചെയർ പോലത്തെ സീറ്റ്സൊക്കെ അവിടെ ഇഷ്ടംപോലെ ഉണ്ടാകും. നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. അങ്ങനെ ഡൽഹി എയർപോർട്ട് എത്തി. എനിക്ക് ലഗേജൊക്കെ വേഗം തന്നെ കിട്ടി. ഇവിടെ നിന്ന് 1 അവർ ലേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവളുടെ കൂട്ടുകാരിയാണ് വന്നത്. അങ്ങനെ ഡൽഹിയിൽ അവർ ജസ്റ്റ് ഒരു സ്പെൻഡിങ് ഉണ്ട്. കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഫുള്ളായിട്ട് ഡൽഹി കാണിക്കുക എന്ന് പറയുമ്പോൾ പിന്നെ വേറെ കുട്ടികളുണ്ടാകുമ്പോൾ അവരുടെ കൂടെ എല്ലാവർക്കും പോയി വീഡിയോ കാണിക്കാൻ അത്ര ഇഷ്ടമാവില്ലല്ലോ. ഇത് സരോജിനി മാർക്കറ്റ് എന്ന് പറയുന്ന ഡൽഹിയിലെ ഒരു മാർക്കറ്റാണ്. ഇവിടെ എല്ലാ സാധനങ്ങളും കുറച്ച് വിലക്കുറവിലെല്ലാം കിട്ടും. കമ്മൽ അങ്ങനെയുള്ള എന്ത് സാധനങ്ങളാണെങ്കിലും ഡ്രസ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിലക്കുറവിൽ കിട്ടും. അപ്പോൾ കുറേ പേർക്കൊക്കെ സരോജിനി മാർക്കറ്റ് അറിയുന്നുണ്ടായിരിക്കും. ഞാൻ പോയിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ ഡൽഹിയിൽ പോയിട്ടുണ്ട്, പക്ഷേ സരോജിനി മാർക്കറ്റിലൊന്നും ഞാൻ പോയിട്ടില്ല. അപ്പോൾ എൻ്റെ ചെറിയ മോള് പറയുന്നുണ്ട് ഇത് കണ്ടിട്ട്. അവൾ കുറേ ഇൻഫർമേഷൻസ് പറഞ്ഞപ്പോൾ അവൾക്ക് പോകണം, അവൾ ഡൽഹി പോകണമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അത്ര ഇഷ്ടമാണോ ചോദിച്ചാൽ ഡൽഹിയൊക്കെ ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷേ കൺസിസ്റ്റഡായ കുറേ തിരക്കാണ്. ഡൽഹി ബോംബെക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ തിരക്കാണ് നമുക്കൊരു ഇഷ്ടക്കുറവ് തോന്നുക. അത് നമുക്ക് അത്ര താല്പര്യം തോന്നാറില്ല. ഡൽഹി ബോംബെ ആ തിരക്ക് ആണ് നമുക്കൊരു ഇഷ്ടക്കുറവ് എപ്പോഴും തോന്നാറ്. അല്ലാത്ത ഭാഗങ്ങളും ഉണ്ട്. സമയമെടുത്തിട്ട് നടന്ന് പതുക്കെ ബാർഗെയിനൊക്കെ ചെയ്തിട്ട് വാങ്ങാൻ പറ്റാവുന്ന സ്ഥലമാണ്. അത്രത്തോളം ഇത് കാണിക്കുക എന്നുള്ള ഒരു രീതിയിലും കൂടിയാണ് പോയത്.
വാങ്ങിയത് എന്താണെന്ന് ചോദിച്ചാൽ കമ്മലാണ് വാങ്ങിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പറഞ്ഞു. പിന്നെ മോളിപ്പോൾ നമ്മുടെ കൂടെ ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റിയില്ല. പിന്നെ വീഡിയോസിനെ കുറിച്ച് വൈറ്റ് ഷർട്ട് വാങ്ങിയോ എനിക്ക് ഓർമ്മയിലില്ല. ഫോർമൽസൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് പിന്നെ ലഗേജിൻ്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ യാത്രയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് തന്നെ മുഴുവനായിട്ട് തന്നെ ചെയ്യാം. അത് കുറച്ച് ഉപകാരപ്പെടുന്ന കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.